സിനിമാ നിരൂപകർ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ കാലത്ത് വ്യത്യസ്തമായ സിനിമാ നിരൂപണ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുകയാണ് പത്മേന്ദ്ര പ്രസാദ് എന്ന സംവിധായകൻ. റോന്ത് എന്ന ഫിക്ഷണൽ ചിത്രത്തെ മറ്റൊരു ഫിക്ഷനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം. കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്. പോലീസിന്റെ ഇടി പേടിച്ചിട്ടാണ്. ഷാഹി കബീർ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് വ്യത്യസ്തമായ രീതിയിൽ ഒരു നിരൂപണം തയ്യാറാക്കിയിരിക്കുകയാണ് നവാഗത നിരൂപകനായ പത്മേന്ദ്ര പ്രസാദ്. 2 പോലീസുകാരുടെ കഥ പറയുന്ന റോന്ത് എന്ന ചിത്രം മറ്റ് 2 പോലീസുകാരിലൂടെ വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം. സാറി പടം കണ്ടായിരുന്നു? റോന്ത് കിടിലൻ പടമാണ്. ഇപ്പൊ നമ്മൾ രാത്രി നടക്കുന്നുണ്ട്. ഇതേപോലെ രാത്രിയിൽ റോന്ത് കിട്ടുന്ന 2 പോലീസുകാർ, ഒന്നൊരു ഡ്യൂട്ടി ഓഫീസർ, പിന്നെ ഒരു ഡ്രൈവർ, പിന്നെ മോരും മുതിരയും പോലെ തമ്മിൽ ചേരാത്ത 2 പേര്. ഈ ഡ്യൂട്ടി ഓഫീസറാണെങ്കിൽ സർവീസ് കയറി മൂത്ത് ഇങ്ങനെ വന്നതിന്റെ തഴക്കമുള്ള ആളാണ്. റിവ്യൂ ബോംബിംഗ് പോലുള്ളവ വിമർശനങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് പത്മേന്ദ്ര പ്രസാദിന്റെ നിരൂപണം കയ്യടി നേടുന്നത്. സ്ഥിരം പാറ്റേണുകൾ ഫോളോ ചെയ്യരുത്. ഞാൻ ഈ ഫിക്ഷൻ എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്തുന്ന ഒരു ഫിക്ഷനിലൂടെ പറയുക. മുമ്പ് പറഞ്ഞില്ലേ, റോന്ത് കിട്ടുന്ന 2 പോലീസുകാർ. ഇപ്പോൾ ഇത് പോലീസ് കഥയാണല്ലോ, റോന്ത് കിട്ടുന്ന 2 പോലീസുകാരാണല്ലോ. അപ്പം റോന്ത് കിട്ടുന്ന 2 പോലീസുകാർ, അതിലൊരു പോലീസുകാരൻ മറ്റേ പോലീസുകാരനോട് കഥ പറയുന്നതായിട്ട്. റോന്ത് സിനിമയിലെ ദിലീഷ് പോത്തന്റെ കഥാപാത്രം തന്നെ വല്ലാതെ സ്വാധീനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ നിരൂപണങ്ങൾക്ക് നല്ല സിനിമകളെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് പത്മേന്ദ്ര പ്രസാദ് പറയുന്നു. ആദ്യ നിരൂപണത്തിൽ തന്നെ കയ്യടി നേടുകയാണ് വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച പത്മേന്ദ്ര പ്രസാദ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.